നമ്മൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഓരോ ദിവസവും നമ്മൾ കഴിക്കുന്ന ആഹാരവും നമ്മൾ കുടിക്കുന്ന പാനീയവും മറ്റാരുടെയെങ്കിലും അധ്വാനത്തിൻ്റെ ഫലമാണില്ലേ? നമ്മൾ ഈ ഭൂമി തരുന്നതിനെ സ്വീകരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഭൂമിയിൽ അത് ഉളവാകുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പലപ്പോഴും കാര്യങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ അറിവ്, അതും പകുതി അറിവ്, വലിയ അബദ്ധത്തിൽ നമ്മെ എത്തിക്കാറുണ്ട്. ജീവസന്ദേശത്തിൻ്റെ ബൈബിൾ പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം. മാനുഷിക ജ്ഞാനമല്ല, ദൈവിക വെളിപ്പാടുകളാണ് സ്വർഗീയ രഹസ്യങ്ങളുടെ കലവറ നമുക്കായി തുറന്നു തരുന്നത്. യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ഈ വെളിപ്പാടുകൾ നമ്മെ കേവലം അറിവുള്ളവരാക്കി മാറ്റുകയല്ല, പകരം നമ്മുടെ ജീവിതങ്ങളെ സമൂലമായി പരിവർത്തനം ചെയ്യുവാൻ പ്രാപ്തിയുള്ളവയാണ്. ന്യായപ്രമാണത്തിൽ അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്ന വിശുദ്ധ പൗലോസിൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിനെക്കുറിച്ചുള്ള വെളിപ്പാട് വരുത്തിയ അത്ഭുതകരമായ മാറ്റം ഇതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. ക്രിസ്തുവിനെക്കുറിച്ചുള്ള വെളിപ്പാടിൻ്റെ ഉന്നതികളിലേക്ക് ഈ പഠനം നമ്മെ നയിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 40 വരെയുള്ള വാക്യം. പുറപ്പാട് പുസ്തകത്തിൽ നിന്നും സമാഗമന കൂടാരത്തെക്കുറിച്ചാണല്ലോ നാം ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രതീകമായ അതിവിശുദ്ധ സ്ഥലവും അതിലെ ഉപകരണങ്ങളും നാം കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. അതിവിശുദ്ധ സ്ഥലത്തെ ഉപകരണങ്ങളായ പെട്ടകത്തെയും കൃപാസനത്തെയും കുറിച്ചാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി വിശുദ്ധ സ്ഥലത്തുള്ള 3 ഉപകരണങ്ങൾ എന്തെന്ന് നോക്കാം. 1, തങ്കം കൊണ്ടുള്ള വിളക്ക് തണ്ട്. 2, കാഴ്ചയപ്പത്തിൻ്റെ മേശ. 3, പരിമള യാഗപീഠം. വിശുദ്ധ സ്ഥലത്തിനുള്ളിലാണ് ആരാധനയ്ക്കുള്ള സ്ഥലം. യേശുക്രിസ്തുവിനെ ചിത്രീകരിക്കുന്നതിൽ വ്യക്തമായൊരു ചിത്രമാകുന്നു തങ്കം കൊണ്ടുള്ള വിളക്ക് തണ്ട്. കാഴ്ചയപ്പത്തിൻ്റെ മേശ യേശുക്രിസ്തുവിനെ ജീവൻ്റെ അപ്പമാണെന്ന് സൂചിപ്പിക്കുന്നു. പരിമള യാഗപീഠം പ്രാർത്ഥനയാണ് കുറിക്കുന്നത്. യേശു നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നു. അവനിൽ കൂടിയാണ് നാം പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. കാഴ്ചയപ്പത്തിൻ്റെ മേശമേൽ 12 അപ്പമുണ്ട്. ഓരോ അപ്പവും ഇസ്രായേലിലെ ഓരോ ഗോത്രത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവം എല്ലാവർക്കും സമത്വം വാഗ്ദാനം ചെയ്യുകയാണ്. ഇനിയും വിശുദ്ധ സ്ഥലവും അതിലെ ഉപകരണങ്ങളും നാം കാണുവാൻ പോവുകയാണ്. ഇവിടെ കാഴ്ചയപ്പത്തിൻ്റെ മേശ കരുതലിൻ്റെ മേശയാകും. 25-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഖദിരമരം കൊണ്ടൊരു മേശ ഉണ്ടാക്കണം. അതിൻ്റെ നീളം 2 മുഴവും വീതി 1 മുഴവും ഉയരം 1.5 മുഴവും ആയിരിക്കണം. കാഴ്ചയപ്പത്തിൻ്റെ മേശയ്ക്ക് 2 മുഴം നീളവും 1 മുഴം വീതിയുമാണെന്ന് കാണുന്നു. വീതിയുടെ ഇരട്ടി നീളം, അതിൻ്റെ ഉയരം 1.5 മുഴമാണ്. അതായത് നിയമപ്പെട്ടകത്തിനോളം തന്നെ ഉയരമായിരുന്നു കാഴ്ചയപ്പത്തിൻ്റെ മേശയ്ക്കുണ്ടായിരുന്നത്. 24-ാം വാക്യത്തിൽ കാണുന്നത്, അത് തങ്കം കൊണ്ട് പൊതിഞ്ഞ് ചുറ്റും പൊന്നുകൊണ്ടൊരു വക്കും ഉണ്ടാക്കണം. കാഴ്ചയപ്പം മേശയിൽ നിന്ന് വീണു പോകാതിരിക്കേണ്ടതിനാണ് ഈ മേശയുടെ ചുറ്റും വക്ക് പിടിപ്പിച്ചിരിക്കുന്നത്. 25-ാം വാക്യത്തിൽ നാം കാണുന്നു, ചുറ്റും അതിന് 4 വിരൽ വീതിയുള്ള ഒരു ചട്ടവും ചട്ടത്തിന് ചുറ്റും പൊന്നുകൊണ്ടൊരു വക്കും ഉണ്ടാക്കണം. മരുഭൂമിയിലൂടെയുള്ള യാത്രയിൽ ഇസ്രായേൽ മക്കൾക്ക് കൊണ്ടു നടക്കാൻ സൗകര്യപ്രദമായ രീതിയിലായിരുന്നു ഈ വളയങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. വളയങ്ങളിൽ കൂടി തണ്ടിട്ടിട്ടാണ് പുരോഹിതന്മാർ അതിനെ തോളിൽ എടുത്തുകൊണ്ട് നടന്നിരുന്നത്. അതിൻ്റെ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. 29-30 വാക്യങ്ങളിൽ കാണുന്നത്
അതിൻ്റെ തളികകളും കരണ്ടികളും പകരുന്നതിനുള്ള കുടങ്ങളും കിണ്ടികളും ഉണ്ടാക്കണം. തങ്കം കൊണ്ട് അവയെ ഉണ്ടാക്കണം. മേശമേൽ നിത്യം കാഴ്ചയപ്പം എൻ്റെ മുൻപാകെ വയ്ക്കണം. അപ്പം യേശുക്രിസ്തുവിൻ്റെ പ്രതിരൂപമാണ്. അതിനാൽ മേശ യേശുവിൻ്റെ ഒരു പ്രതിരൂപമായിരിക്കുന്നു. അത് യേശുവിനെയാണ് ചിത്രീകരിക്കുന്നത്. കാഴ്ചയപ്പത്തിൻ്റെ മേശ പരിപാലനത്തെയും കരുതലിനെയും വിതരണത്തെയും സൂചിപ്പിക്കുന്നു. അത് രക്ഷയുടെ മേശയാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 14 വാക്യങ്ങളിൽ നമ്മുടെ കർത്താവ് രാജാവിൻ്റെ മകൻ്റെ കല്യാണ വിരുന്നിൻ്റെ ഉപമ പറഞ്ഞിട്ടുണ്ട്, ഓർക്കുമല്ലോ. വിരുന്നിന് ക്ഷണിക്കപ്പെട്ട അതിഥികൾ വരുവാൻ കൂട്ടാക്കാതെ ഇരുന്നതിനാൽ തൻ്റെ ക്ഷണത്തോട് അവഗണന കാട്ടിയവരോട് കർശനമായി ഇടപെടുവാൻ രാജാവ് പ്രേരിതനാകുന്നതായി നാം അവിടെ വായിക്കുന്നു. അങ്ങനെ രാജാവ് വഴിതലക്കലും തെരുവിലും ഇരുന്നവരെയൊക്കെ ക്ഷണിക്കുന്നു. അതുപോലെ ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ രക്ഷയുടെ പങ്കാളികളായി തീരുവാനുള്ള ക്ഷണം ലോകത്തിന് മൊത്തമായി നൽകിയിരിക്കുന്നു. കാഴ്ചയപ്പത്തിൻ്റെ മേശ കരുതലിൻ്റെ മേശ കൂടിയായിരുന്നു. ദൈവം സൃഷ്ടാവെന്ന നിലയിൽ മനുഷ്യർക്കും ജന്തുക്കൾക്കും ആവശ്യമായ എല്ലാ ആഹാരവും നൽകുന്നു. നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും, നിങ്ങൾ ദിവസം തോറും ദൈവത്തിൻ്റെ മേശയിൽ നിന്നാണ് ഭൗതികമായ ഭക്ഷണം കഴിക്കുന്നത് എന്നോർക്കണം. ദൈവത്തിൻ്റെ ഈ അതിരറ്റ സ്നേഹവും കരുതലും മനസ്സിലാക്കി ചുരുക്കം പേർ മാത്രമാണ് അവന് നന്ദി കരയറ്റുന്നത്. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നത് ദൈവമാണ്. പ്രിയമുള്ളവരെ, ഇത് നാം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഹൃദയം അവനോടുള്ള സ്നേഹം കൊണ്ടും നന്ദി കൊണ്ടും നിറയേണ്ടതാണ്. ഈ പറയുന്ന മേശ കർത്താവ് തന്നെ തൻ്റെ ക്രൂശുമരണത്തിന് തൊട്ടു മുൻപ് സ്ഥാപിച്ച കർത്താവിൻ്റെ അത്താഴത്തെയും സൂചിപ്പിക്കുന്നുണ്ട്. കർത്തൃമേശയെന്ന് നമ്മൾ പറയുമല്ലോ. ഇത് വിശ്വാസികൾക്കുള്ള മേശയാണ്. ഒരു ക്രിസ്തു വിശ്വാസിക്ക് ആത്മീയ ജീവൻ കൊടുക്കുന്ന ക്രിസ്തുവിനെയും ഈ കാഴ്ചയപ്പത്തിൻ്റെ മേശ ചൂണ്ടിക്കാണിക്കുന്നു. ഇനിയും ഈ മേശയ്ക്ക് 2 മുഴം നീളവും 1 മുഴം വീതിയും 1.5 മുഴം ഉയരവും ഉണ്ടായിരുന്നു. അത് ഖദിരമരം കൊണ്ട് ഉണ്ടാക്കിയതും തങ്കം കൊണ്ട് പൊതിഞ്ഞതുമായിരുന്നു. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഖദിരമരം യേശുവിൻ്റെ മനുഷ്യത്വത്തെയും തങ്കം അവൻ്റെ ദൈവത്വത്തെയുമാണ് കുറിക്കുന്നത്. ഈ പറഞ്ഞ തടി ഭൂമിയിൽ നിന്നുളവായി വന്നതാണ്, ഇല്ലേ? അതുപോലെ തന്നെ നമ്മുടെ കർത്താവിന് ഭൗതിക വസ്തുക്കളാൽ നിർമ്മിതമായ ഒരു ശരീരമുണ്ടായിരുന്നു. അവനൊരു കന്യകയുടെ ഗർഭപാത്രത്തിൽ ഉരുവായി. തങ്കം അവൻ്റെ ദൈവത്വത്തെ സൂചിപ്പിക്കുന്നു. എന്നാൽ ഭൂമിയല്ല സ്വർണമുണ്ടാക്കുന്നത്, അത് നൈസർഗികമായി സംഭവിക്കുന്നതാണ്. ക്രിസ്തു തൻ്റെ ദൈവത്വത്തിൽ ഭൂമിയിൽ നിന്നുള്ളവനായിരുന്നില്ല, അവൻ ദൈവമായിരുന്നു. അവൻ മഹിമയിൽ നിന്ന് വന്നു. ഈ മേശയുടെ പുറത്ത് 12 അപ്പം വെച്ചിരുന്നു. മേശയും അപ്പവും ഒന്നായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവിൻ്റെ മേശ എന്ന് ഇന്ന് നാം പറയുമ്പോഴും അപ്രകാരമാണ് അർത്ഥമാക്കുന്നത്. നാം മേശയല്ല ഭക്ഷിക്കുന്നത്, എന്നാൽ നാം ഭക്ഷണത്തെ മേശയോട് ചേർത്ത് ചിന്തിക്കുന്നു. ഇങ്ങനെയുള്ള ഏകീകൃത ചിന്ത ബൈബിളിൽ സർവ്വസാധാരണമാണ്. അപ്പം ഓരോ ശബത്ത് ദിവസവും മാറ്റുമായിരുന്നു. നീക്കം ചെയ്യുന്ന അപ്പം വീഞ്ഞിനോടൊപ്പം പുരോഹിത കുടുംബക്കാർ വിശുദ്ധ സ്ഥലത്ത് വെച്ച് ഭക്ഷിക്കുമായിരുന്നു. ഈ മേശ മന്നായ്ക്ക് സമാനമായ രീതിയിലല്ല യേശുക്രിസ്തുവിനെ അതങ്ങനെയല്ല ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് രണ്ടും ക്രിസ്തുവിനെയാണ്, മന്നായും ഈ മേശയും ക്രിസ്തുവിനെയാണ് സൂചിപ്പിക്കുന്നതെങ്കിലും രണ്ടും ഒരേ വിധത്തിലല്ല ഈ പറയുന്നതായിട്ടുള്ള പ്രതീകമായിരിക്കുന്നത്. ജീവൻ കൊടുക്കുന്നവൻ എന്ന രീതിയിലാണ് മന്ന ക്രിസ്തുവിനെ കാണിക്കുന്നത്. ക്രിസ്തു തന്നെ ആ കാര്യം യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 32-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അവിടെ യേശു പറയുന്നത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗത്തിൽ നിന്നുള്ള അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത്, എൻ്റെ പിതാവ് അത്രേ സ്വർഗത്തിൽ നിന്നുള്ള സാക്ഷാൽ അപ്പം നിങ്ങൾക്ക് തരുന്നത്. അല്പസമയത്തിന് ശേഷം യോഹന്നാൻ 6:35 യേശു പറഞ്ഞു, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു, എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയുമില്ല. ജീവൻ നിലനിർത്തുന്നവൻ എന്ന നിലയിൽ കാഴ്ചയപ്പം ക്രിസ്തുവിനെ കുറിക്കുന്നു. നിത്യജീവൻ ഒരു ദാനമാണ്. അത് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന മന്നായാണ്. മന്നായെ സ്വീകരിക്കുന്നവൻ നിത്യജീവനെ സ്വീകരിക്കുന്നു. എന്നിരുന്നാലും നിത്യജീവൻ നിലനിർത്തേണ്ടതിനും അതിൻ്റെ വളർച്ചയ്ക്കും ശക്തിക്കും സഹായകമാകേണ്ടതിനും പ്രത്യേകമായ ആഹാരം ആവശ്യമാണ്. ജീവൻ്റെ മന്നായിൽ പങ്കാളിയായി തീർന്നവർക്കുള്ള നിലനിൽക്കുന്ന സവിശേഷമായ ആഹാരമായി ക്രിസ്തുവിനെ കാഴ്ചയപ്പം ചിത്രീകരിക്കുന്നു.
താൻ ഉപയോഗിച്ച മറ്റൊരു ദൃഷ്ടാന്തത്തിലും കർത്താവായ യേശുക്രിസ്തുവിനെ കാണുവാൻ കഴിയുന്നു. കാഴ്ചയപ്പം പൊടിച്ച ധാന്യത്തിൽ നിന്നും പുളിപ്പില്ലാത്ത അപ്പമായി പാകം ചെയ്തെടുക്കുന്നതാണെന്നറിയാമല്ലോ. ലേവ്യ പുസ്തകം 24 അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നീ നേരിയ മാവെടുത്ത് അതുകൊണ്ട് 12 ദോശ ചുടണം, ഓരോ ദോശ 2 ഇടങ്ങഴി മാവ് കൊണ്ടായിരിക്കണം. കർത്താവായ യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞിരിക്കുന്നതായി നാം കാണുന്നു. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. കഷ്ടതയാകുന്ന ചക്കിൽ യേശുക്രിസ്തു പൊടിക്കപ്പെട്ടു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 27-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഇപ്പോൾ എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു, ഞാൻ എന്തു പറയേണ്ടു പിതാവേ, ഈ നാഴികയിൽ നീ എന്നെ രക്ഷിക്കണമേ, എങ്കിലും ഇത് നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു എന്ന്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ തന്നെ 12-ാം അധ്യായം 31-32 വാക്യങ്ങളിൽ കാണുന്നത്, അവൻ കഷ്ടതയുടെയും ന്യായവിധിയുടെയും അഗ്നിയിൽ വന്നിരിക്കുന്നു എന്നാണ്. അവിടെ നാം വായിക്കുന്നത്, ഇപ്പോൾ ഈ ലോകത്തിൻ്റെ ന്യായവിധിയാകുന്നു, ഇപ്പോൾ ഈ ലോകത്തിൻ്റെ പ്രഭുവിനെ പുറത്ത് തള്ളിക്കളയും, ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് കളങ്കമറിയാതിരുന്നതിനാൽ അവൻ ജീവൻ്റെ പുതുക്കത്തിൽ കല്ലറയിൽ നിന്ന് പുറത്തു വന്നു. ഇന്ന് അവൻ പുനരുദ്ധാരണത്തിൻ്റെ ജീവൻ നയിക്കുന്നു. ക്രിസ്തുവിശ്വാസികൾക്ക് നിത്യജീവനെ നിലനിർത്തുകയും വളർച്ചയെ സഹായിക്കുകയും ചെയ്യുന്ന ആഹാരമായ കാഴ്ചയപ്പമാണ് യേശു. ഒരു ക്രിസ്തുവിശ്വാസി ജീവിക്കുന്ന ക്രിസ്തുവിനെ ഭക്ഷിച്ചുകൊണ്ട് വേണം ജീവിക്കേണ്ടത്. ഞാൻ ജീവൻ്റെ അപ്പമാകുന്നുവെന്ന് യേശുക്രിസ്തു പറഞ്ഞു. നിങ്ങളുടെ ഭക്ഷണത്തെ അനുസരിച്ചാണ് നിങ്ങളുടെ വളർച്ച എന്നൊരു ചൊല്ലുണ്ടല്ലേ. എന്നാൽ യേശുക്രിസ്തുവിങ്കിൽ നിന്ന് ഭക്ഷിക്കാത്ത അനേകം ക്രിസ്തുവിശ്വാസികളുണ്ട് എന്നതാണ് ഇന്നത്തെ വലിയൊരു പ്രശ്നം. നിങ്ങൾക്ക് വളരണമെന്നുണ്ടെങ്കിൽ ക്രിസ്തുവിൽ നിന്ന് ഭക്ഷിക്കേണ്ടതാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല, ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞു എങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. നാം ഇനിയും ക്രിസ്തുവിനെ ജഡപ്രകാരം അറിയുന്നില്ല. അവിടുന്ന് ഇന്നായിരിക്കുന്ന വിധത്തിൽ നാം അവനിൽ നിന്ന് ഭക്ഷിക്കേണ്ടതാണ്. അവൻ ജീവിക്കുന്ന ക്രിസ്തുവാണ്. നാം അവങ്കിലേക്ക് നോക്കി ആത്മീയ വളർച്ച പ്രാപിക്കേണ്ടതാണ്. 31 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. തങ്കം കൊണ്ടൊരു നിലവിളക്ക് ഉണ്ടാക്കണം. നിലവിളക്ക് അടിപ്പ് പണിയായിരിക്കണം. അതിൻ്റെ ചുവടും തണ്ടും പുഷ്പപുടങ്ങളും മുട്ടുകളും പൂക്കളും അതിൽ നിന്ന് തന്നെ ആയിരിക്കണം. നിലവിളക്കിൻ്റെ 3 ശാഖ ഒരു വശത്തു നിന്നും, നിലവിളക്കിൻ്റെ 3 ശാഖ മറ്റേ വശത്തു നിന്നും, ഇങ്ങനെ 6 ശാഖ അതിൻ്റെ പാർശ്വങ്ങളിൽ നിന്നും പുറപ്പെടണം. ഒരു ശാഖയിൽ ഓരോ മുട്ടും ഓരോ പൂവുമായി ബദാം പൂ പോലെ 3 പുഷ്പപുടവും, മറ്റൊരു ശാഖയിൽ ഓരോ മുട്ടും ഓരോ പൂവുമായി ബദാം പൂ പോലെ 3 പുഷ്പപുടവും ഉണ്ടായിരിക്കണം. നിലവിളക്കിൽ നിന്ന് പുറപ്പെടുന്ന 6 ശാഖയ്ക്കും അങ്ങനെ തന്നെ വേണം. ഇനി അടുത്ത ഉപകരണം വിളക്ക് തണ്ടാണ്. പല തർജ്ജിമകളിലും നിലവിളക്കെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് വാസ്തവത്തിൽ ശരിയായിട്ടുള്ള ഒരു തർജ്ജിമയല്ല. ഇത് വിളക്ക് കാലായിരുന്നു. വിളക്ക് കാല് 40-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, പർവ്വതത്തിൽ വെച്ച് കാണിച്ചു തന്ന മാതൃക പ്രകാരം അവയെ ഉണ്ടാക്കുവാൻ സൂക്ഷിച്ചു കൊള്ളണം. സമാഗമന കൂടാരത്തിലെ ഉപകരണങ്ങളിൽ ഏറ്റവും കൃത്യമായി യേശുക്രിസ്തുവിനെ ചിത്രീകരിക്കുന്നത് വിളക്ക് തണ്ടാണ്. അത് ശുദ്ധമായ തങ്കം കൊണ്ടുണ്ടാക്കിയതാണ്. അത് ക്രിസ്തുവിൻ്റെ പൂർണ്ണമായ ദൈവത്വത്തെ സൂചിപ്പിക്കുന്നു. ആരാധനയിൽ വിളക്കിൻ്റെ പ്രാധാന്യം എന്താണ്? ആരാധന എന്നത് വാസ്തവത്തിൽ വെളിച്ചത്തിൽ നടക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഈ പറയുന്ന വിളക്ക് തണ്ട് അല്ലെങ്കിൽ വിളക്ക് കാല് അടയാളമായിരിക്കുന്നത്. ദൈവത്തെ ആരാധിക്കുന്നതിനോടൊപ്പം കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്ന് ഭക്ഷിക്കുകയും ചെയ്യേണ്ടതാണെന്ന വസ്തുത കാഴ്ചയപ്പത്തിൻ്റെ മേശയെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നാം കണ്ടു. നിങ്ങൾ പള്ളിയിൽ ആരാധനയ്ക്കായി പോകുമ്പോൾ അവിടെ നിങ്ങൾക്ക് സഹവിശ്വാസികളുമായുള്ള കൂട്ടായ്മയോ ഒരു പുസ്തകത്തെക്കുറിച്ചുള്ള വിവരണമോ സാമൂഹിക പ്രശ്നത്തെക്കുറിച്ചുള്ള ചർച്ചയോ നിങ്ങളുടെ ഗ്രാമത്തെക്കുറിച്ചോ പട്ടണത്തെക്കുറിച്ചോ
ഒരു ചർച്ച, അത് എങ്ങനെ നന്നാക്കാമെന്ന അറിവോ മാത്രമാണ് ലഭിക്കുന്നതെങ്കിൽ നിങ്ങളൊരു ആരാധന ശുശ്രൂഷയിലല്ല പങ്കെടുത്തത്, മറിച്ച് ഒരു സാമൂഹിക സമ്മേളനത്തിൽ പങ്കെടുക്കുക മാത്രമാണ് ചെയ്തത്. നിങ്ങൾ കാഴ്ചയപ്പത്തിൻ്റെ മേശയാകുന്ന യേശുക്രിസ്തുവിനെ ഭക്ഷിക്കുമ്പോൾ മാത്രമാണ് ദൈവത്തെ ആരാധിക്കുന്നത്. നമ്മുടെ ആരാധനകളിലെ പ്രശ്നം മനസ്സിലായോ? അതുപോലെ ദൈവത്തെ ആരാധിക്കുന്നതിന് നിങ്ങൾ വെളിച്ചത്തിൽ നടക്കേണ്ടത് ആവശ്യമാണ്. വിശുദ്ധ സ്ഥലത്ത് കാണുന്ന വിളക്ക് തണ്ടിനെ പോലെ ക്രിസ്തു വെളിച്ചമാണ്. നിങ്ങൾക്ക് സ്വാഭാവികമായ വെളിച്ചം വേണമെങ്കിൽ സമാഗമന കൂടാരത്തിന് പുറത്തേക്ക് പോകണമായിരുന്നു. എന്നാൽ വിളക്ക് തണ്ടിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ അത് സമാഗമന കൂടാരത്തിനുള്ളിൽ നിങ്ങൾ ആയിരിക്കേണ്ടതുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ യേശുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്നാണ്. മറ്റുള്ളവർക്ക് വാക്കുകളാൽ ബുദ്ധിയുപദേശം നൽകുന്ന അനേകരെ നിങ്ങൾക്ക് ഇന്ന് കാണുവാൻ സാധിക്കും. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് നാം വഞ്ചിക്കപ്പെടാവുന്നതാണെന്ന് കൊലോസ് ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ പൗലോസ് പറഞ്ഞു. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിനൊത്തവണ്ണം, ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾക്കൊത്തവണ്ണമല്ലാതെ ക്രിസ്തുവിനൊത്തവണ്ണമുള്ളതല്ല. എന്നാൽ വെറും വാക്കുകളാൽ ഇരുണ്ട ബുദ്ധി ഉപദേശിക്കുന്ന വേറൊരു തത്വജ്ഞാനി ആയിരുന്നില്ല കർത്താവായ യേശുക്രിസ്തു. അവിടുന്ന് മനുഷ്യരെ പ്രകാശിപ്പിക്കുന്ന വെളിച്ചമായിരുന്നു. അവിടുന്ന് പറഞ്ഞത് എന്താണെന്ന് അവന് വ്യക്തമായി അറിയാമായിരുന്നു. അവൻ ഇരുട്ടിൽ തപ്പിത്തടയുകയായിരുന്നില്ല. അവിടുന്ന് ദൈവത്തിൻ്റെ പുത്രനാണ്. ഇരുട്ട് അവനിൽ ഒട്ടുമില്ല. ഈ വിളക്ക് തണ്ട് സ്വർണത്തിൻ്റെ ഒരു കഷ്ണം കൊണ്ടുണ്ടാക്കിയതായിരുന്നു. അത് അടിപ്പുപണി നടത്തി വളരെ മനോഹരമായി ഉണ്ടാക്കിയതായിരുന്നു. അതിന് നടുവിലായി ഒരു തണ്ടുണ്ടായിരുന്നു. അതിനോട് ചേർന്ന് ഓരോ വശത്തും 3 ശാഖകൾ വീതം ഉണ്ടായിരുന്നു. അങ്ങനെ 7 ശാഖകൾ, നടുക്കൊന്ന്, പിന്നെ 3 ഓരോ ശാഖയും പൂവും കായ്കളുമുള്ള ബദാമിൻ്റെ കൊമ്പ് പോലെ തോന്നിക്കുമായിരുന്നു. ചിത്രത്തിൽ നിങ്ങൾക്കത് കാണുവാൻ സാധിക്കും. ഏറ്റവും മുകളിൽ വിടർന്ന ആവണക്കിൻ്റെ പൂവുണ്ടായിരുന്നു. അവിടെയാണ് എണ്ണ നിറച്ച് വിളക്കുകൾ കത്തിച്ചിരുന്നത്, അല്ലെങ്കിൽ പ്രകാശം പരത്തിയിരുന്നത്. ബദാം പൂക്കൾ തടി പോലെ തോന്നിക്കുമായിരുന്നു, എന്നാൽ അവ സ്വർണമായിരുന്നു. അത് അഹ്റോൻ്റെ തളിർത്ത വടിയെയാണ് ഓർമ്മിപ്പിക്കുന്നത്. അഹ്റോൻ്റെ പൗരോഹിത്യ അവകാശം ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ, അല്ലെ അവൻ്റെ പൗരോഹിത്യ അധികാരം ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ, അവൻ്റെ വടിയുടെ തളിർപ്പ് പുരോഹിതനായിരിക്കുവാനുള്ള അവൻ്റെ അവകാശത്തെ, അധികാരത്തെ സ്ഥിരീകരിച്ചു. ഉണങ്ങിയ വടി ജീവനുള്ളതായിത്തീരുകയും ഫലം ഉളവാക്കുകയും ചെയ്തു. മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള തൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണെന്ന് തെളിയിച്ചു. ഉയർത്തെഴുന്നേൽപ്പല്ല ക്രിസ്തുവിനെ ദൈവപുത്രനാക്കി തീർത്തത്. കാരണം നിത്യമായി തന്നെ അവൻ ദൈവപുത്രനായിരുന്നു, അവിടുന്ന് ദൈവമായിരുന്നു. എന്നാൽ ഉയർത്തെഴുന്നേൽപ്പാണ് ക്രിസ്തു ദൈവപുത്രനാണെന്ന വസ്തുത നമുക്ക് സ്ഥിരീകരിച്ചു തന്നത്. ദൈവത്താൽ നിയമിക്കപ്പെട്ട മഹാപുരോഹിതനായിരുന്നു അഹരോൻ. ഉണങ്ങിയ ബദാം വടിയുടെ തളിർക്കലിൽ കൂടി ആ പദവി, ആ അധികാരം സ്ഥിരീകരിക്കപ്പെട്ടു. അതുപോലെ തന്നെ നമ്മുടെ കർത്താവിൻ്റെ പുനരുത്ഥാനം അവൻ്റെ പൗരോഹിത്യത്തെ ഉറപ്പിക്കുകയാണ് ചെയ്തത്. ക്രിസ്തു നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. അവിടുന്ന് ഒരു മനുഷ്യനായിത്തീരുകയും നമ്മുടെ സ്വഭാവത്തിൽ പങ്കാളിയായിത്തീരുകയും ചെയ്തു. പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനാണ് യേശുക്രിസ്തു. എന്നാൽ അവൻ്റെ പൗരോഹിത്യത്തിൻ്റെ പ്രഥമമായ അടിസ്ഥാനം അവൻ്റെ ദൈവത്വമാണ്. പുരോഹിതൻ ദൈവത്തിൻ്റെ മുൻപാകെ മനുഷ്യനെ പ്രതിനിധാനം ചെയ്തിരുന്നു. ദൈവം മനുഷ്യനായി തീർന്ന നിലയിൽ ഇന്ന് ക്രിസ്തു മനുഷ്യനെ പ്രതിനിധാനം ചെയ്യുന്നു. അതുകൊണ്ട് എന്നെ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്. അവൻ എന്നെ സഹായിക്കുവാൻ കഴിയും. ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പ്രഖ്യാപിച്ച അവൻ്റെ പുനരുത്ഥാനം അവൻ്റെ മഹാപുരോഹിതനായിരിക്കുവാനുള്ള അവകാശത്തെ, അധികാരത്തെ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. വിളക്ക് തണ്ടിൻ്റെ അളവുകൾ കൊടുത്തിട്ടില്ല എന്ന കാര്യം ശ്രദ്ധേയമാണ്. മറ്റെല്ലാത്തിൻ്റെ അളവുകൾ കൊടുത്തിട്ടുണ്ട്, വിളക്ക് തണ്ടിൻ്റെ കൊടുത്തിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്നറിയാമോ?
നിങ്ങൾക്ക് ദൈവത്തെ അളക്കുവാൻ കഴിയുകയില്ല എന്നുള്ളത് അതിലൂടെ കാണിച്ചിരിക്കുകയാണ്. ദൈവപുത്രൻ എന്ന നിലയിൽ നിങ്ങൾക്കവനെ അളക്കുവാൻ കഴിയുകയില്ല. നിങ്ങൾക്കവനെ അളക്കുവാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നതാണ് പലപ്പോഴും അവനെ പരിമിതിപ്പെടുത്തുന്നത്. നിങ്ങൾക്കവനെ മനസ്സിലാക്കുവാൻ കഴിയുകയില്ല, മുഴുവനായി ഉൾക്കൊള്ളുവാൻ സാധിക്കുകയില്ല. അവിടുന്ന് മനുഷ്യബുദ്ധിക്ക് അതീതനാണ്. അതേസമയം തന്നെ അവൻ പൂർണ്ണ മനുഷ്യനുമായിരുന്നു എന്ന് മറക്കരുത്. അവൻ്റെ ദൈവത്വവും മനുഷ്യത്വവും ഒരിക്കലും ഇടകലരുന്നില്ല. യേശു കണ്ണുനീർ വാർത്തു എന്ന തികച്ചും മാനുഷികവും വൈകാരികവുമായ അവസ്ഥയോടുകൂടി തന്നെ ലാസറെ പുറത്തു വരിക എന്നുള്ള അവൻ്റെ ആജ്ഞയുമുണ്ട്. മനുഷ്യനായി അവൻ കണ്ണുനീർ വാർത്തു, എന്നാൽ മരിച്ചവരെ ഉയർപ്പിക്കുവാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ എന്ന ആ വലിയ വസ്തുത അവൻ്റെ ആജ്ഞയിൽ അടങ്ങിയിരിക്കുന്നു. നോക്കൂ, കർത്താവായ യേശുക്രിസ്തു എത്ര വ്യക്തമായിട്ടാണ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവൻ്റെ വ്യക്തിത്വം നമുക്ക് കാണിച്ചു തന്നത്. വിശുദ്ധ സ്ഥലത്ത് വെളിച്ചം പകരുന്നതായിരുന്നു വിളക്ക് തണ്ട്. അത് ആരാധനയുടെ സ്ഥലമായിരുന്നു. കത്തിയിരിക്കുന്ന വിളക്കുകളെ ഉയർത്തിപ്പിടിക്കുകയായിരുന്നു വിളക്ക് തണ്ടിൻ്റെ ധർമ്മം. അതേസമയം ഈ വിളക്കുകൾ വിളക്ക് കാലിൻ്റെ മനോഹാരിതയെ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. വിളക്കുകളിലുള്ള എണ്ണ പരിശുദ്ധാത്മാവിനെ കുറിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായത്തിൻ്റെ 26 വാക്യത്തിൽ കർത്താവ് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞു: എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. നാം ഓരോരുത്തരും ഒരുമിച്ച് തിരുവചനം പഠിക്കുമ്പോൾ നാം ക്രിസ്തുവിൻ്റെ ആളത്വത്തിന് ചുറ്റുമാണ് കൂടി വരുന്നത്. ആ വിളക്കുകൾ വിളക്ക് തണ്ടിൻ്റെ അല്ലെങ്കിൽ വിളക്ക് കാലിൻ്റെ മനോഹാരിതയെ വെളിപ്പെടുത്തുന്നത് പോലെ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിൻ്റെ മർമ്മങ്ങളെ നമുക്ക് കാണിച്ചു തരുന്നു. ദൈവത്തിൻ്റെ വചനം നാം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവാണ് നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തി തരുന്നത്. ദൈവവചനത്തിലൂടെ അവനത് ചെയ്യുന്നു. നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ വരികയും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സ്വർഗത്തിൽ ജീവിക്കുകയും ചെയ്യുന്ന ക്രിസ്തുവിനെ പരിശുദ്ധാത്മാവ് ദൈവപുത്രനായി വെളിപ്പെടുത്തുന്നു. ഈ വലിയ സഹായം പരിശുദ്ധാത്മാവിൽ നിന്ന് ലഭിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് ദൈവമക്കളായി ജീവിക്കുവാൻ സാധിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കാതെ ഒരിക്കലും ആർക്കും സാധിക്കില്ല. അനേകരും സ്വന്തം പരിശ്രമം കൊണ്ട് ക്രിസ്തുവിനെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ അത് ഭാഗികമായ അറിവ് മാത്രം നൽകുന്നു എന്നതിനേക്കാൾ പലപ്പോഴും അപകടത്തിലെത്തിക്കുകയും ചെയ്യും. ചിലർ കർത്താവിൻ്റെ ഈ ജഡാവതാരത്തെ അല്ലെങ്കിൽ അവൻ്റെ മനുഷ്യത്വത്തെ മാത്രമേ കാണുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവൻ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ ഏതെങ്കിലും ഒരു അമാനുഷികന് ചെയ്യുവാൻ സാധിക്കുമെന്നാണ് ചിന്തിക്കുന്നത്. ചിലർ ഈ ലോകത്തിൽ കർത്താവ് ചെയ്ത അത്ഭുത പ്രവർത്തികളെ ഏതെങ്കിലും ഒരു ജാലവിദ്യക്കാരൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളോട് ഉപമിച്ച് തരം താഴ്ത്തുവാൻ ശ്രമിക്കുന്നത് കാണാറില്ലേ? ഇനി വേറെ ചിലർ യേശുവിനെ അവൻ്റെ ദൈവത്വത്തിൽ മാത്രമേ കാണുന്നുള്ളൂ. അതും അബദ്ധമാണ്. അവർ കർത്താവിനെ ഒരു മനുഷ്യനായി ഈ ഭൂമിയിൽ വന്നു പിറന്ന് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ക്രൂശിൽ മരിച്ച ദൈവപുത്രനായി മനസ്സിലാക്കുന്നില്ല. തന്മൂലം അവൻ്റെ വ്യഥയും അവിടുന്ന് കടന്നുപോയ വേദനകളുമൊക്കെ അവർ നിസാരമാക്കി കളയുന്നു. ഇത് രണ്ടും കൂടി ചേരുന്ന ഒരവസ്ഥ മനസ്സിലാക്കുമ്പോൾ അപ്പോൾ മാത്രമേ കർത്താവിനെക്കുറിച്ച് കൂടുതലായി മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കൂ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമ്മെ സഹായിക്കുന്നത്. അതിനാണ് നാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയ്ക്ക് വിധേയപ്പെടേണ്ടത്. അങ്ങനെ വിധേയപ്പെടുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാകും. അവൻ സകല സത്യത്തിലും നമ്മെ വഴി നടത്തും. അവൻ നമ്മുടെ കാര്യസ്ഥനാണ്. അവൻ നമ്മുടെ ആലോചനക്കാരനാണ്. നമ്മെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസപ്രദനാണ് അവൻ. പരിശുദ്ധാത്മാവ് നമുക്ക് ഈ സത്യങ്ങളെ വെളിപ്പെടുത്തി തരുവാൻ നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവം നിങ്ങളെ അതിനായി സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. അതിവിശുദ്ധ സ്ഥലവും സാക്ഷ്യപ്പെട്ടകവും നമ്മുടെ മഹാപുരോഹിതനും അപ്പോസ്തലനുമായ ക്രിസ്തുവിനെയും അവിടെ നടക്കുന്ന ശുശ്രൂഷകൾ മഹാപുരോഹിതന്മാരുടെയും അപ്പോസ്തലന്മാരുടെയും ശുശ്രൂഷകളെയും വെളിപ്പെടുത്തുന്നത് പോലെ വിശുദ്ധ സ്ഥലത്തുള്ള ഉപകരണങ്ങളായ കാഴ്ചയപ്പത്തിൻ്റെ മേശയും തങ്കം കൊണ്ട് അടിച്ചു നിർമ്മിച്ച നിലവിളക്കും ധൂപപീഠവും
പൗരോഹിത്യവും പൗരോഹിത്യ നിലവാരത്തിലുള്ള ആത്മീയ ശുശ്രൂഷകളെയും ഗ്രഹിക്കുവാൻ നമ്മെ സഹായിക്കുന്നു. ഈ ലൗകിക സമാഗമന കൂടാരവും അതിലെ ഓരോ ഉപകരണവും ആഴമേറിയ ആത്മീയ സത്യങ്ങളിലേക്കും സ്വർഗീയ മർമ്മങ്ങളിലേക്കും നമ്മെ നയിക്കട്ടെ.